നമ്മുടെ വിയറ്റ്നാം ടൂറിൻ്റെ കേരളം മുതൽ ഹോച്ചിമിൻ സിറ്റി വരെയുള്ള ഒരു 4 ദിവസം, അതായത് ഒരു 4 ദിവസം, ഒരു 3 ദിവസങ്ങൾ ഹോച്ചിമിൻ സിറ്റി എടുക്കണം. 4 ദിവസവും നമ്മൾ വരുന്നതും പോകുന്നതും വെച്ച് നോക്കുമ്പോൾ 4 ദിവസം, ഒരു 3 ദിവസം ഹോച്ചിമിൻ സിറ്റി. അത് കഴിഞ്ഞ് നിങ്ങൾ ഹോച്ചിമിൻ സിറ്റി സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഇല്ല നിങ്ങൾ പൂക്കോക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഇല്ല നിങ്ങൾ ഹനോയിൽ. പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാവുക നിങ്ങൾ ഹോച്ചിമിൻ സിറ്റി സെലക്ട് ചെയ്യുന്നതാണ്. ഹോച്ചിമിൻ സിറ്റിയിലോട്ട് കേരളത്തിൽ നിന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്ന് 6 മണിക്കാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ്. ഒരു 9 മണിയാകുമ്പോൾ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്ന് 12:30 മണിയാകുമ്പോഴത്തേക്കും ഈ ഹോച്ചിമിൻ സിറ്റിയിലെത്തും. ഹോച്ചിമിൻ സിറ്റിയിൽ നിങ്ങളിവിടെ ഒരു 6 മണിക്കായിരിക്കും എത്തുക. ഹോച്ചിമിൻ സിറ്റിയിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു വിസ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ട്രാവൽസായിട്ട് ബന്ധപ്പെട്ട് വിസ എടുക്കുക. ഫാമിലിയായിട്ട് വരുന്നതാണ്, നിങ്ങൾ സ്വന്തം എടുത്ത് നിൽക്കേണ്ട, ഒരു ട്രാവൽസിനെ ഏൽപ്പിക്കുക. ടിക്കറ്റൊക്കെ നിങ്ങൾ സ്വന്തം എടുക്കുക. എക്സിക്കോയുടെ ആപ്പ്, ഗോബിഗോ, ഒരുപാട് ആപ്പുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇത് എല്ലാ ദിവസവും ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലോട്ട്. നല്ല ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ദിവസം നിങ്ങളൊരു 6 മണിക്കൊക്കെ നിങ്ങൾ റൂം എടുക്കുമ്പോഴത്തേക്കും ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റൂം എടുക്കുക. നിങ്ങൾ റൂം എടുക്കുമ്പോഴത്തേക്ക് അതിൽ കാണിക്കും ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞ് കാണിക്കുക. ആ ഭാഗത്ത് നിങ്ങൾ റൂം എടുക്കാൻ ശ്രമിക്കുക. ആ ഭാഗത്ത് റൂം എടുക്കാനാണ് വൈബ്രൻറ്റ് ഏരിയ എന്ന ഡിസ്ട്രിക്ട് 1 ആണ്. ഫുൾ ടൈം നമുക്ക് എത്ര സമയം നമുക്ക് പുറത്ത് നിൽക്കാൻ ആഗ്രഹമുണ്ടോ അത്ര സമയത്ത് റൂമിൻ്റെ പുറത്ത് ഇന്ന് അപ്പോഴൊക്കെ തിരക്കും പരിപാടികളും പ്രോഗ്രാമൊക്കെ ഉള്ള സ്ഥലമാണ് ഡിസ്ട്രിക്ട് 1. അവിടെ റൂം എടുക്കാൻ ശ്രമിക്കുക. ഒരു 3 സ്റ്റാറിന് മേലോട്ട് 4 സ്റ്റാർ 5 സ്റ്റാർ റൂം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്നത് ഈ നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ മാത്രം നമ്മൾ വിദേശയാത്ര സെലക്ട് ചെയ്യുക. നമ്മളെ കയ്യിൽ അത്രത്തോളം കാശില്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിദേശയാത്രയിൽ പോകാതിരിക്കുക. നിങ്ങൾ പാക്കേജ് എടുത്ത് പോകരുത് കേട്ടോ. പാക്കേജ് പോലെ ഒരു ബോറൻ പരിപാടി മറ്റൊന്നുമില്ല. നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു 4-5 ദിവസം അവരുടെ കൂടെ ഒരു തള്ളക്കോഴി പോകും, ബൈക്കിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ പോകുന്ന പോലെയും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, ഏറ്റവും അവർക്ക് ലാഭകരമായ കാര്യങ്ങളോട് കാണിച്ചു തരിക. നിങ്ങൾക്ക് ഒരു ടൈം തരിക. അവർ പറയുന്ന ഫുഡുകൾ, അവർ പറയുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം. ഇതല്ല, ഒരു വിദേശ ടൂർ പോകുമ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നിൽക്കാൻ പറ്റണം, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ സമയം നിൽക്കാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ദിവസം വൈകുന്നേരം മൊത്തം നിൽക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ നേരിട്ട് തന്നെ പോകുക. നേരിട്ട് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ പറയുന്ന സമ്പ്രദായങ്ങൾ, ഈ വിസ എടുത്തിട്ട് ഈ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ നേരെ ഹോച്ചിമിൻ സിറ്റി എത്തും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നേരെ റൂമിലോട്ട് ക്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ക്രാബ് എവിടെ പോയാലും നിങ്ങൾ ക്രാബിൽ പോവുക. ചെറിയ പൈസ ഉള്ളൂ. ക്രാബ് ഉണ്ട്, വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, വിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്പ്. ക്രാബാണ് കുറച്ചുകൂടെ നല്ലത്. ക്രാബ് ഡൗൺലോഡ് ചെയ്യുക. അത് എല്ലായിടത്തും അതിൽ പോകുക. നമ്മുടെ ഓട്ടോറിക്ഷയുടെ ചാർജ് തന്നെ ക്രാബിനുണ്ടാവുള്ളൂ. നിങ്ങൾ വരുന്ന ഫസ്റ്റ് ദിവസം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ റൂമിലെത്തും. റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ സൈഗൺ ഒപ്ര ഹൗസിൻ്റെ അവിടത്തേക്ക് നിങ്ങൾ ക്രാബ് എടുക്കുക. നമ്മുടെ നാട്ടിലൊരു 100 രൂപയ്ക്ക് താഴെയാവും ക്രാബിൽ പൈസ. അവിടെ പോയി ഇറങ്ങിയതിന് ശേഷം അവിടെ സിറ്റി ടൂറുണ്ട്. ഒരാൾക്ക് നമ്മുടെ നാട്ടിലൊരു 300 രൂപ. സിറ്റി ടൂർ നിർബന്ധമായിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നതിന് സിറ്റി ടൂർ നിർബന്ധമായിട്ട് പോകണം. അതിനൊരു 1.5 മണിക്കൂറാണ് സിറ്റി ടൂർ. ഫുൾ ഡേ സിറ്റി ടൂർ എടുക്കേണ്ട ആവശ്യമില്ല. രാത്രിയാണ് ഏറ്റവും നല്ല സിറ്റി ടൂർ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ സിറ്റി ടൂറിൽ പങ്കെടുക്കുക. ഒരു 7:30 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്രീ ആവും. നിങ്ങൾ അവിടെ തന്നെ കുറച്ച് കോഫി എല്ലാം കഴിക്കാൻ നോക്കുക. എന്നിട്ട് അവിടുന്ന് തൊട്ടടുത്ത് നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ ഒരു ബിൻ വാക്കിംഗ് സ്ട്രീറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് നിങ്ങൾ പോവുക. നിങ്ങൾ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടോ വൈഫുണ്ടെന്ന് പറഞ്ഞിട്ടോ അതങ്ങനെ ബാച്ചിലർ പോകേണ്ട സ്ഥലമൊന്നുമല്ല. അതൊരു ഉഗ്ര സ്ഥലമാണ്. അത് എല്ലാ സ്ഥലത്തുണ്ട്. എല്ലാ ഏഷ്യൻ കൺട്രികളിലും വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ ജെൻറ്റിലാണ് കാര്യങ്ങളൊക്കെ. അവിടെ പോവുക. അവിടെ നിന്ന് ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് നേരെ ബിൻതാങ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോവുക. നൈറ്റ് ഫുഡ് ഏരിയയിൽ പോവുക. അവിടെ നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിലിട്ട് വരിക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ നേരെ ഒരു ഡേ ടൂർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അന്ന് ഈ പോകുന്നതിനന്ന് രാത്രി തന്നെ ഹൂച്ചി ടണൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്. ഹൂച്ചി ടണൽ എന്ന് പറഞ്ഞിട്ട് അവർ പണ്ട് യുദ്ധം ചെയ്ത സമയത്ത് ഉപയോഗിച്ച ടണലാണ് അത്. നമ്മുടെ ഈ ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററോളം പോയിട്ടാണ്
ആ സ്ഥലം കാണാനുള്ളത്. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് പോകുന്നത് നല്ല ഇതായിട്ട് തോന്നുന്നില്ല. ഒന്ന് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നഷ്ടപ്പെടും. 3 ദിവസം കൊണ്ട് ഈ തണൽ പോയി കണ്ടുവരുന്നത് കൊണ്ട് വലിയ ഉപയോഗം തോന്നുന്നില്ല. അല്ല, നിങ്ങൾ ഊറ്റിത്തണൽ എടുക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം രാവിലേക്ക് ഇൻഡിപെൻഡൻസ് സ്ക്വയർ, പിന്നെ വാർ മ്യൂസിയം, സൈഗാൻ മ്യൂസിയം, ഇനി കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ അത് അവർക്കുള്ള മൃഗശാല ഉണ്ട്, പിന്നെ സയൻസ് മ്യൂസിയം ഉണ്ട്, പിന്നെ നമ്മൾ സ്കൈ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ ടവർ അതിൻ്റെ മേളിൽ പോയി ഇത് മുഴുവൻ കാണാം. എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. പോസ്റ്റ് ഓഫീസുണ്ട്, സൈഗാൻ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ അടുത്ത് ബുക്ക് സ്ട്രീറ്റ്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അന്നൊരു 7 മണിക്ക് ഒരു കിങ് കോയി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. അവിടെ പോകാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് ദൂരെയാണ്, ഒരു 10 കിലോമീറ്ററോളം അവിടെ പോകേണ്ടി വരും. ക്രാബിൽ പോയാൽ മതി. അവിടെ പോയി നോർമലി നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക, ആ ചാർജൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ ഈടാക്കുന്നത്. ഒന്ന് അവിടെ പോകാൻ നോക്കുക, നല്ല സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഗാൻ സ്ക്വയറിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾ അവിടെ പോവുക. അവിടുത്തെ ഏതെങ്കിലും ഒരു കഫേ പോയാൽ മതി. എല്ലാം ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് കഫേകളാണ്. അവിടെ പോവുക. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം വന്നിട്ട് നിങ്ങളൊരു പർച്ചേസിന് വേണ്ടി മാറ്റി വയ്ക്കുക. ബിൻതാങ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റുകളുടെ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. നിങ്ങൾ എല്ലാ സാധനങ്ങളും ഈ ബ്രാൻഡഡ് സെക്കൻഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അത് ഫസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. വില വെച്ച് നോക്കുമ്പോൾ എനിക്കത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത് ഒറിജിനലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒറിജിനലിൻ്റെ എന്തൊക്കെ പാക്കിംഗ് ഉണ്ടോ ആ പാക്കിങ്ങൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ ഈ വീണ്ടും സംശയം തോന്നിയിട്ട് ഞാൻ ഈ ക്രോക്കിൻ്റെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ആ സ്കാനിൽ അതിൽ കാണിക്കുന്നു ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് എല്ലാം കാണിക്കുന്നുണ്ട്. ക്രോക്കിന് നമ്മൾ 5200 രൂപയുടെ ക്രോക്ക് നമ്മുടെ നാട്ടിലെ 350 രൂപയ്ക്ക് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അങ്ങനെ എല്ലാ അഡിഡാസിൻ്റെയും ക്രൊക്കോഡൽ എല്ലാത്തിൻ്റെ ടീഷർട്ടൊക്കെ പക്കയാണ്. അത്ര ക്വാളിറ്റി, അത്ര നിലവാരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാം. നിങ്ങൾക്ക് വാച്ച് വാങ്ങാം. ഞാൻ അവിടെ നിന്നൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, ആപ്പിൾ 70 Pro Max ഫോൺ വാങ്ങുന്നു. അതായത് നമ്മുടെ അവിടെ 1,43,000 വരുന്ന ഫോണ് ഇവിടെ 1,07,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. അത് കൂടാതെ എനിക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇതിൽ 8% ടാക്സ് നമുക്ക് റീഫണ്ട് കിട്ടും എയർപോർട്ടിൽ നിന്ന്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടെ ലാഭമാണ്. അങ്ങനെ ഈ മാർക്കറ്റിൽ പോവുക, പിന്നെ സൈഗാൻ സ്ക്വയറിൽ പോവുക, സൈഗാൻ സെൻട്രലിൽ പോവുക. ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്തോ മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഡെൽറ്റ ടൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ തടാകത്തിൽ കൂടെ ചെറിയൊരു പുഴ, അതിൽ കൂടെ ഒരു ഡേ ബോട്ട് സർവീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക. അതും വർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സിറ്റി നിങ്ങൾ ആസ്വദിക്കുക. സിറ്റിയുടെ എല്ലാ ഭാഗത്തും പോകാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഈ കഴിയുന്നതും ഒരു അബ്രോഡ് യാത്ര, ഒരു ടൂർ നിങ്ങൾ ഒരു വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ പാക്കേജ് ടൂർ എടുക്കരുത്. നിങ്ങൾക്ക് ആ പാക്കേജ് ടൂർ നിങ്ങൾക്ക് ഒരു വീണ്ടും വിദേശ യാത്ര പോകാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം കുറയുക ചെയ്യുക. നിങ്ങളതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മുഴിപ്പിക്കാൻ പറ്റില്ല എനിക്ക്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ നീളം കൂടി ഫോണ് സ്വിച്ച് ഓഫ് ആയി. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതാണെന്ന് അറിയില്ല, 1/2 മണിക്കൂറിലൊക്കെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നെ ഞാൻ അങ്ങനെ മലേഷ്യയിൽ ആദ്യമായിട്ട് യാത്ര ചെയ്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്ത് ജെന്തിൻ ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമുണ്ട്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിന് സ്ഥലമുണ്ട്. ജെന്തിൻ ഹൈലാൻഡ് മലേഷ്യ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയതിൽ വലിയ പ്രാധാന്യം വഹിച്ച ആൾക്കാരാണ്. ഈ സൺവേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മലേഷ്യ മാത്രമല്ല ഏഷ്യൻ കൺട്രികളിലൊക്കെ ഈ വികസനത്തിന് വലിയ പങ്ക് വഹിച്ച ഗ്രൂപ്പാണ് അവർ. വിയറ്റ്നാംകാരാണ് അവർ. അപ്പോൾ ഈ ജെന്തിൻ ഹൈലാൻഡിൽ പോയി അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് പോയത് ഏറ്റവും നല്ല സമയത്താണ്. ഫസ്റ്റായിട്ട് പോണ മലേഷ്യയിൽ. അവിടെ ന്യൂ ഇയർ, അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അങ്ങനെ ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എനിക്ക് അറിയില്ല. ഈ ജെന്തിൻ ഹൈലാൻഡിൽ ഇപ്പോൾ നിൽക്കുമ്പോഴും അവിടെ എല്ലായിടത്തും പതാക. ഞാൻ ആദ്യമായിട്ടൊരു വിദേശ രാജ്യം കാണുന്നത്. എല്ലായിടത്തും പതാക, എല്ലായിടത്തും ആഘോഷം. എനിക്കറിയില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ജെന്തിൻ ഹൈലാൻഡിൽ പോയി നിൽക്കുമ്പോഴാണ് ന്യൂ ഇയർ ആണ് ഇന്ന്, ഇവിടെ ഭയങ്കര പ്രോഗ്രാം ഉണ്ടെന്ന്. അവിടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളാണ്. നമുക്ക് മലേഷ്യയിലൊക്കെ നിങ്ങൾക്ക് തമിഴൊരു ഇഷ്ടം പോലെ ഉണ്ട്, ഒരാളിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ അവിടെ ക്രാബിലാണ് അവിടെ പോയി ഇറങ്ങിയത്. അവിടുന്ന് ബസ്സുണ്ട്. ക്രാബ് രാത്രി 12:30 ആയപ്പോൾ അവിടെ ഫുൾ റോഡ് ബ്ലോക്കായി. അപ്പോൾ തിരിച്ച് ബസ്സിൽ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ബസ്സാണെങ്കിൽ അവിടെ ഈ കിളി ഉണ്ടാവില്ല.
അപ്പോൾ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ടിക്കറ്റ് സ്കാൻ ചെയ്ത് മാത്രമേ ബസ്സിനകത്ത് കയറാൻ പറ്റുള്ളൂ. അത് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ്, പക്ഷേ നമുക്കത് അറിയില്ല. അപ്പോൾ എൻ്റെ ടിക്കറ്റും ഇല്ല. അങ്ങനെ അവിടുത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്നറിയാം. അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്നും അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഈ ഈ ഈ കമ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടി, ഡാൻസൊക്കെ ആയിട്ട് ഞാൻ 1:30 മണിയെ താഴെ വന്നപ്പോൾ വലിയ മലയാണ്, വയനാടിൻ്റെ ചുരത്തിൻ്റെ മേള് പോലെ അതിൻ്റെ മേളിലാണ് ഈ പാർക്ക് ഇരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് അത് മറ്റേ സ്കൈ കാർ വഴിയാണ് നമ്മൾ താഴെ വരുന്നത്, വേറെ മാർഗ്ഗമില്ല താഴെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ടൈം റൺ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്കൈ കാർ വഴി താഴെ വന്നു. അപ്പോൾ ഇത് ഒരു ഹബ്ബാണ്, അവിടെയാണ് ഈ ബസ്സും ഈ കാറൊക്കെ ഇവിടെ നിർത്തിയിട്ട് അവിടെ നിന്നാണ് ഈ സ്കൈ കാറിൽ മേളിലോട്ട് പോകുന്നത്. അങ്ങനെ എനിക്ക് തിരിച്ച് റൂമിൽ വരാനുള്ള മാർഗ്ഗമില്ലാതായി. എങ്ങനെ വരണം എന്ന് പറഞ്ഞോളൂ, ഒരു 20 കിലോമീറ്ററൊക്കെ അന്നുള്ളൂ. ഇന്ന് ഞാൻ ഒരു 9 പ്രാവശ്യത്തിന് മേളിൽ ഞാൻ ഇവിടെ മലേഷ്യ മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് അറിയില്ല ഇനി എങ്ങനെയാണ് ഇത് താഴെ വരേണ്ടത്. ഈ പ്രാവശ്യം എനിക്ക് മലേഷ്യ ടച്ച് ചെയ്യാം, ഞാൻ പിന്നെ ടച്ച് ചെയ്യാൻ നേരെ വന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോൾഡിങ് സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ കൊണ്ട് 2 ദിവസം വിസ എടുത്ത് അവിടെ നിൽക്കാൻ നോക്കും. അപ്പോൾ മലേഷ്യ ഒരു ഹബ്ബാണ്, എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റിയ ഒരു ഹബ്ബാണ്. എയർപോർട്ട് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് സർവീസുകൾ തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് മലേഷ്യയിൽ, കോലാലംപൂർ. അപ്പോൾ എനിക്ക് വരാൻ അറിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് വണ്ടി വന്നു അവിടെ. ആ പോലീസ് വണ്ടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളോട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ലാംഗ്വേജ് സെറ്റാവുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് ഇന്ത്യ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഭാഷ അവർക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ നാക്കിലത് ഒതുങ്ങാത്ത ഭാഷ, അവരാരും ഒന്നും സംസാരിക്കില്ല. അങ്ങനെ എൻ്റെ ലാംഗ്വേജ് കംഫർട്ടബിൾ ആകാത്തതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓഫീസ് വിളിക്കുന്നു പോലീസുകാർ. അപ്പോൾ അവിടെ ഒരു തമിഴനാണ് പോലീസാണ്. അപ്പോൾ പുള്ളി എൻ്റെ സംസാരിക്കണം എന്താണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലെ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ട്, 10 മിനിറ്റ് ഞാൻ തൊട്ടടുത്തുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 10 മിനിറ്റിൽ അവിടെ വരാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സംസാരിച്ച സന്തോഷമായി. ഞാനും വൈഫും കുട്ടി മാത്രമേ ഉള്ളൂ. എനിക്കെന്ത് ചെയ്യുന്നതാണ്, എനിക്ക് ഇതിനു മുമ്പ് വിദേശ യാത്ര ചെയ്ത് പരിചയമില്ല. ആദ്യം തന്നെ സ്വന്തമായിട്ട് യാത്ര ചെയ്തത്. എനിക്ക് ഇങ്ങനെ ഇറങ്ങണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരെ എനിക്ക് വന്ന സമയമാണ്. നമുക്കിങ്ങനെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ എങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ 1:30 മണിയായി. ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ഞാനും ആ ബിൽഡിങ്ങിൽ 1-2 വർക്ക് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. ഈ 10 മിനിറ്റിൽ അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ വന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാറുണ്ടായിരുന്നു. പുള്ളി നേരെ സംസാരിച്ച് കുറച്ച് അവിടെ തന്നെ ഒരു ഷോപ്പ്, അടയ്ക്കാറായ ഷോപ്പിൽ നിന്ന് നമുക്ക് ക്യാൻ പെപ്സിയൊക്കെ വാങ്ങിക്കുന്നു. പൈസയൊന്നും വാങ്ങിച്ചില്ല. പുള്ളിക്കൊരു 45 വയസ്സ് വരും, തമിഴനാണ് പുള്ളി. പക്ഷേ തമിഴ്നാട്ടിൽ വന്നിട്ടില്ല. പുള്ളിയുടെ ഫാദറൊക്കെയാണ് തമിഴന്മാർ. വീട്ടിൽ നിർബന്ധമായിട്ട് തമിഴ് സംസാരിക്കുന്നത് അച്ഛൻ്റെ നിർബന്ധമാണ്. അങ്ങനെ തമിഴ് സംസാരിക്കുന്ന പോലീസുകാരൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളൊരു കാറിൽ കയറ്റി വിട്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര ഉണ്ടാവും. നമ്മൾ നേരെ 20 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ പുള്ളി പറയണം നിങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇതേപോലെ ടിൻ ടവറിൻ്റെ അവിടെ പോയി. ടിൻ ടവറിൽ 3 മണിക്ക് 4 മണിക്കൊക്കെ പ്രോഗ്രാമുണ്ട്. അതിൻ്റെ അടുത്താണ് ഇത് ബിൻതാങ് എന്ന് പറഞ്ഞിട്ട് ടിൻ ടവറിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് എൻ്റെ അന്നത്തെ റൂം. അപ്പോൾ ഞാൻ റൂമിൽ കയറിയപ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് എൻ്റെ പിന്നെ കോൾ വരുന്നുണ്ട്. ഈ പോലീസുകാരനെ വിളിക്കുന്നത്, നിങ്ങൾ സുരക്ഷിതമായിട്ട് റൂമിൽ എത്തിയോ, എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ഈ പോലീസുകാരെ വിളിച്ചു നോക്കിയാണ്. ഇത് എല്ലാ രാജ്യത്തും നമുക്ക് കിട്ടും. നമ്മൾ സുരക്ഷിതമാണ്, നമ്മൾ ടൂറിസ്റ്റാണ്, നമ്മളൊരു വിദേശിയാണ്. നമ്മൾ വിദേശി പാസ്പോർട്ട് ലൈനിൽ നിന്നുകൊണ്ട് ആ നാട്ടിൽ ഇറങ്ങുന്ന ഒരു വിദേശിയാണ്. നമ്മളവിടെ ഒരു സായിപ്പാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വീകരണവും എല്ലാ സെക്യൂരിറ്റിയും കിട്ടും. ഇതേ ദിവസം തന്നെ ഈ മലേഷ്യയിലെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതായിരിക്കാം, നമ്മളെ നാട്ടിനെ കുറ്റം പറയുന്നതല്ല. ഞാൻ നേരെ അന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ പോയത്. ബാംഗ്ലൂർ വന്നിറങ്ങി. ബാംഗ്ലൂരിൽ നേരെ രാത്രിയാണ് വന്നിറങ്ങിയത്. 1 മണി അടുപ്പിച്ചുണ്ടാവും. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് വന്നത്. അവിടെ നേരെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്ക് അത് ഈ കാറിന് ഞാൻ ഒരു പാർക്കിംഗ് വേണ്ടിയിട്ടിരുന്നു. കുറേ തടസ്സം ഉണ്ടായിരുന്നു. അന്ന് ഈ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് എൻ്റെ കാറ് വർക്കാവാതായിട്ട് ഞാൻ മറ്റൊരാളുടെ കാറ് വാങ്ങിയൊക്കെയാണ് പോണത്. അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് യാത്ര ചെയ്യാൻ സമയത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ തരണം ചെയ്തിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. അത് ഈ കാറിൽ നിന്ന് ഞാൻ ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കാറിൻ്റെ കീ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാറ് നമ്മുടെ ബട്ടൺ കീ ഇല്ല എൻ്റെ വണ്ടിയിൽ. മറ്റേത് കീ ഇട്ട് തുറക്കണം. അപ്പോൾ കീ ഇട്ട് തുറന്നതിന് ശേഷം നമ്മളൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്കത് രണ്ടാമത് വന്ന് ഞാൻ കീ ഇട്ട് തുറന്ന് എന്തോ സാധനം എടുത്തിട്ട് കീ എന്തെടുക്കാൻ മറന്നുപോയി. ആ സമയത്ത് ഇപ്പോൾ നല്ല ഓർമ്മയില്ല എനിക്ക്. ഞാൻ ഫുഡ് കഴിച്ചു വന്ന് ഞാൻ അവിടെ മൊത്തം തിരക്കുകയാണ് ഈ കീക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ അവിടെ ഓടി ഇവിടെ ഓടി ഈ കാർ തുറക്കാൻ പറ്റില്ല. ഒരു 800 ഒരു അൾട്ടോ കാറായിരുന്നു. ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് ഈ ഹോട്ടലിൻ്റെ ഒരു ജീവനക്കാരൻ പുള്ളി വന്നിട്ട് എൻ്റെ കീ കൊണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട്
ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ചിട്ട് ഒരു 100 രൂപ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് 100 രൂപ എൻ്റെ ചോദിക്കുകയും ചെയ്തു. 2 നാടിൻ്റെ വ്യത്യാസം. എൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ഈ കീ കളഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനില്ല. അയാൾ എന്നെ മാക്സിമം സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ട് 100 രൂപ വാച്ചെടുക്കാൻ കണക്കാട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ച്. അതേ സ്ഥലത്ത് ഞാൻ മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ എന്നെ ഒരു 5 മിനിറ്റ് പോലും എന്നെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ ഒരു ഗർഭപാത്രത്തിൽ എന്ന പോലെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും നമുക്ക് അതിൻ്റെതായൊരു സെക്യൂരിറ്റി ഉണ്ടാവും. ഒരു പാക്കേജ് വെച്ച് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പാക്കേജിൽ നിങ്ങളൊരു വിദേശ യാത്ര ചെയ്യുന്നത് വെറും വേസ്റ്റ് ഞാൻ പറയുള്ളൂ. പൈസ കളയാനുള്ള വെറും വേസ്റ്റ് പരിപാടി എന്ന് പറയുള്ളൂ. ഇത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. നമ്മൾ നാട്ടിൽ പോയി ഇറങ്ങുക, ആ നാട്ടിലെ ഞാൻ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത് അവിടുത്തെ ബസ്, കാറ്, അവിടുത്തെ ചെറിയ ഹോട്ടലുകൾ, ചെറിയ കടകൾ എല്ലായിടത്തും ഞാൻ പോകും. നമുക്ക് ആ നാട്ടിൽ ഒരു 4-5 ദിവസം നിൽക്കും. നമുക്ക് എല്ലാം സാധിച്ചെന്ന് വരില്ല. 4-5 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ എന്തൊക്കെ കാണാൻ പറ്റും, അതിൽ കൂടെ ഞാൻ കുറേ പഠിച്ചെടുക്കും. നമ്മൾ അടുത്തൊരു നാട്ടിൽ പോകുമ്പോഴും നമ്മളൊക്കെ അത് പഠിച്ചെടുക്കാൻ കണക്കായിട്ട് നമ്മൾ കുറച്ച് അതിലോട്ട് മാറും. നമ്മൾ കുറച്ചും കൂടെ നമ്മളെ കാലിബർ ഉയർത്താനുള്ള ഒരു സാഹചര്യം നമുക്കിതുണ്ടാവും. ഒരു ടൂറോടുപരി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രാപ്തി എന്ന് പറയാം. അത് എങ്ങനെയാണ് ബാക്കി ഭാഷ എനിക്കറിയില്ല. അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാപ്തി. അതിനുശേഷം എൻ്റെ കുട്ടിക്കൊരു 17 വയസ്സായി, ഇപ്പോൾ 16 വയസ്സായി. ഒരു 12 വയസ്സിലൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 11 വയസ്സ് സ്റ്റാർട്ട് ചെയ്യും. മോള് മെച്ചൂറാണ്. ഏത് രാജ്യത്തും ഏത് ഭാഷ കൈകാര്യം ചെയ്യാനും, ഏത് ഹോട്ടൽസിൽ ചെന്ന് റൂം എടുക്കാനും, അവിടെ ഡീൽ ചെയ്യാനും, റോഡിൽ ഇറങ്ങാനും, ഒരു പോലീസ് സ്റ്റേഷൻ. ഇത് പറയുമ്പോൾ എനിക്കിതുപോലെ തന്നെ ഒരു സംഭവം തായ്ലാൻഡിൽ സംഭവിച്ചിട്ടുണ്ട്. തായ്ലാൻഡിലെ പൂക്കറ്റ് ദ്വീപിൽ അന്ന് ഇതേപോലെ ഒരു നോ പാർക്കിംഗ് കൊണ്ട് ഞാൻ വാടകയ്ക്കെടുത്ത വണ്ടി നോ പാർക്കിംഗ് കൊണ്ട് ഇട്ടിട്ട് അവിടെ ഒരു റെഡ് ലൈൻ വരയ്ക്കും. ആ റെഡ് ലൈൻ മാത്രമേ പാർക്ക് ചെയ്യാവൂ, മറ്റുള്ള ലൈനിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. എനിക്കറിയില്ല, കൊണ്ടുവച്ചു. നേരെ വന്ന് ലോക്ക് ചെയ്തിട്ട് പോകും ബൈക്കിൻ്റെ. അങ്ങനെ ബൈക്ക് ലോക്ക് ചെയ്തിട്ട് പോയി. നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊരു പോലീസ് ഉണ്ടോ, അല്ലെങ്കിൽ കടക്കാരൻ പറയും. നമ്മൾ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും അവർക്കറിയില്ലല്ലോ നമ്മൾ റെൻ്റേ വണ്ടിയാണല്ലോ എടുത്തിരുന്നത് ബൈക്ക്, അവിടുത്തെ നമ്പറല്ലേ. പുള്ളിയൊക്കെ നമ്മളെ ഈ ഒരു ടൂറിസ്റ്റാണ് ഇത് സംഭവിച്ചു പറഞ്ഞപ്പോൾ എന്താ സ്വീകരണം എന്നറിയാമോ? നമ്മളെ ഭയങ്കര സ്വീകരണമാണ്. അവിടെ നിന്ന് അപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിരുന്ന് നമുക്ക് ആ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ സെറ്റപ്പ് കൊണ്ടിട്ട് ഉടനെ തന്നെ നമ്മൾ വണ്ടി, ഇത് പോലീസ് സ്റ്റേഷനിൽ ഒരു 2 കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പോലീസ് സ്റ്റേഷനുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ അടുത്ത വണ്ടിയിൽ നമ്മളെ കൊണ്ടുവന്ന് ഈ ബൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ലോക്ക് തുറന്ന്. ഇത് എല്ലാ രാജ്യങ്ങളും കിട്ടും. ഫാമിലീസാണോ, ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല കേട്ടോ. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് റൂം ഇവിടുന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ബാച്ചിലേഴ്സ് പറഞ്ഞാൽ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് റൂം എടുക്കില്ല. അവരപ്പോൾ തന്നെ റൂം ക്യാൻസൽ ചെയ്യും. ഇത് നമ്മൾ ഫാമിലി ആണോ, എല്ലായിടത്തും നമുക്ക് നല്ല സ്വീകരണവും. ഇന്ത്യക്കാരെ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ അതിനുള്ള പണി ഇവിടെ എടുക്കുന്നുണ്ട്. വരുന്നവരൊക്കെ റൂം മെയിൻ്റെനൻസ് ചെയ്യുന്നതും, പുറത്തിറങ്ങിയാലും നമ്മൾ നല്ല രീതിയിൽ യാത്ര ചെയ്യുക. വെറുതെ നമ്മളൊരു വിദേശം കാണാൻ വേണ്ടി വരാതെ നമ്മളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ല വൃത്തിക്കുള്ള യാത്ര ചെയ്യുക. അതിന് യാതൊരു പാക്കേജിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 3 ദിവസം ഈ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നേരെ നിങ്ങൾക്ക് ഡൊണാങ്ങിൽ ഇപ്പോൾ ഇവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോവാം. ഈ ഡൊണാങ്ങിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഹാനോയ്, ഹാലംബേ ഈ 2 സ്ഥലം എടുക്കുന്നതാണ്. ഹാനോയിലോട്ടുള്ള അടുത്ത ട്രിപ്പ് എടുക്കുക. ഹാനോയിൽ നമുക്കൊരു 7-8 ദിവസത്തേക്കുള്ള അതാണ് ഉല്ലാസ ടൗണാണ്. അത് ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു ഹാനം സിറ്റി, ഹാലംബേ, ഹാനോയ് ഈ 3 സ്ഥലം. ഹാനം സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ അമേരിക്കയിലെ ഉല്ലാസ സ്ഥലം എന്ന് പറഞ്ഞ കണക്ക്, മറ്റേ വാഗമൺ സിറ്റിയോ അങ്ങനെ പറഞ്ഞ കണക്ക് അതുപോലത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നേരെ ഹനോയിലോട്ട് എടുക്കുക. ഹനോയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് സ്പിറ്റ് ഹനോയിൽ 3 ദിവസം അവിടെ നിന്ന് റൂം വിക്കറ്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ഒരു കപ്പൽ യാത്ര എടുക്കുക 2 ദിവസത്തേക്ക്. എന്നിട്ട് ആ റൂമിൻ്റെ നമ്മൾ കൊണ്ടുവന്ന ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ചെക്ക് ഇൻ ആവാം. വീണ്ടും അവിടെ നിന്ന് ഹാനോയി കാണാം. പിന്നെ സാപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. അവിടെ നിന്ന് നേരെ നമുക്ക് വീണ്ടും കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് ചാർജ് കുറവാണ്, വീണ്ടും ഡൽഹി ടു കൊച്ചി. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിങ്ങൾക്ക് 3 ദിവസം വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ഥലം കാണാൻ പറ്റും. ഇവിടെ അടുത്തടുത്താണ് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും തൊട്ട് അടുത്തടുത്തായിരിക്കും. അതിനടുത്തായിരിക്കും റൂമുകളൊക്കെ സജീവമാവുക. സ്വാഭാവികമായിട്ടും താമസിക്കാൻ വരുന്ന ഒരാൾക്കാർ അറിയാമല്ലോ. അപ്പോൾ ഈ പരിസരത്തായിരിക്കും താമസിക്കുക. അതുകൊണ്ട് അതിനോട് ചേർന്നിട്ടായിരിക്കും എല്ലാ ബ്രാൻഡഡ് ഹോട്ടലിലും വരുന്നത്.
അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ 3 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഹനോയിലോട്ട്, നാളെ നമുക്ക് ഹനോയിലോട്ട് ഫ്ലൈറ്റാണ്. ഇവിടെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്ലൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഓരോ അരമണിക്കൂറൊരിക്കലും ഹാനോയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഹോച്ചിമിൻ സിറ്റി 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നേരെ ഹാനോയിലോട്ട് പോവുക. ബിൻതങ് മാർക്കറ്റിൽ കഴിഞ്ഞ സാധനങ്ങൾ വയ്ക്കാൻ